കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണ നവീനോത്തുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്. ഹൽദി ദിവസം നവീൻ കൃഷ്ണയെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചതും പിന്നീട് കൃഷ്ണക്ക് പനി വന്ന ദിവസം നവീൻ ഉറക്കം പോലും ഇല്ലാതെ തൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷിച്ചതും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് കൃഷ്ണയ്ക്ക് ആ ഗിഫ്റ്റ് കൊടുത്തതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓർത്ത് ഇങ്ങനെ ചിരിക്കുവാണ് കേട്ടോ. ഉറക്കത്തിൽ കിടന്ന് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് കൃഷ്ണ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ കിടക്കുവാണ്. ഈ സമയം കൃഷ്ണയുടെ ചിരി കേട്ടിട്ട് തങ്ക പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുവാണ്. അങ്ങനെ എണീറ്റ് കൃഷ്ണയെ നോക്കുമ്പോൾ കൃഷ്ണയാണെങ്കിൽ ഉറക്കത്തിൽ എന്തോ ആലോചിച്ച് ഇങ്ങനെ ചിരിക്കുന്നതാണ് കേട്ടോ തങ്കം കാണുന്നത്. അന്നേരം തങ്കം കൃഷ്ണയെ വിളിച്ച് എണീപ്പിക്കണേ, മോളെ നീ എന്തെങ്കിലും ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നത്? ചിരിച്ചെന്നോ? ഞാനോ? ഈ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ലെന്നേ, ഞാൻ സ്വപ്നം കണ്ടതൊന്നുമല്ല. ഉറക്കത്തിൽ നിൻ്റെ ചിരി കേട്ടിട്ടാണ് ഞാൻ എണീറ്റ് നോക്കുമ്പോൾ നീ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നത് ഞാൻ ശരിക്കും കാണുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ തോന്നുന്നതായിരിക്കും. തോന്നുന്നതൊന്നുമല്ല. സത്യം പറ, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? നവിനെയാണോ നീ സ്വപ്നത്തിൽ കണ്ടത്? ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പോഴും ഞാൻ ഈ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെന്നാണ് അമ്മ വിചാരിച്ചത്. അമ്മ എന്നെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് കിടക്കുന്ന കാരണം അമ്മക്ക് തോന്നിയതാ അതൊക്കെ. വരതൊക്കെ കിടന്നുറങ്ങാൻ നോക്കുന്നു. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ വേഗം തന്നെ പുതപ്പൊക്കെ മൂടി കിടക്കുവാണ്. ആകെ ചമ്മിയെന്നുള്ള മട്ടിൽ കൃഷ്ണ ചമ്മലോടുകൂടി കിടക്കുമായിരിക്കും. ഈ സമയം തങ്കം മനസ്സിലാലോചിക്കുക, പാവം അവൾ എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുക. അവൾക്ക് നവീനെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും മറക്കാൻ പറ്റുന്നില്ല. ആ ഓർമ്മകൾ അവളുടെ മനസ്സിനെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടി ഒത്തിരി സങ്കടം ഉള്ളിലൊതുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് സങ്കടത്തോടെ ആലോചിക്കുവാണ് തങ്കം. പിന്നീട് കാണിക്കുന്നത് നവീൻ ഗാഥയും കുട്ടി തിരികെ കളരിക്കലെത്തുന്നതാണ്. അങ്ങനെ ഗാഥയാണെങ്കിൽ വീട്ടിലെത്തിയതും കാറൊക്കെ എല്ലാം വേഗം തുറന്ന് അകത്തേക്ക് കയറി ചെന്ന് കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നിർത്താതെ കോളിംഗ് ബെൽ അടിക്കുകയാണ് ഗാഥ. മാറി മാറി വാതിലിൽ കൊട്ടുകയും കോളിംഗ് ബെൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം കാറിലിരുന്ന് നവീനാണെങ്കിൽ ഗാഥയുടെ ഈ ഭ്രാന്തെല്ലാം ദേഷ്യത്തിൽ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് നവീനും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരിക. ഈ സമയം നിർത്താതെ ഇങ്ങനെ ബെല്ലടിക്കുന്ന കണ്ടിട്ട് നിർമ്മല കീർത്തിയേക്ക് എണീറ്റ് വരിക. ശരി ദൈവമേ, ആരാ ഈ രാത്രി ഇങ്ങനെ വന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്? ദാ വരുന്നു. അങ്ങനെ പറഞ്ഞ് നിർമ്മല പോയി വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് അവിടെ നിൽക്കുന്ന ഗാഥയും നവീനയുമാണ്. അങ്ങനെ രണ്ടാളും പട്ട് ചെണ്ടക്ക് പോയ പോലെ തിരികെ വന്നത് കണ്ട് രണ്ടുപേർക്കും ചിരി വരുവാണ് കേട്ടോ. അന്നേരം നിർമ്മല ചോദിക്കണേ, അല്ല എന്താ ഇതൊക്കെ? മാറി താമസിക്കാൻ പോയിട്ട് ഇത്ര പെട്ടെന്ന് തന്നെ പുറകെ ഒന്ന് മതിയാക്കിയോ? അന്നേരം ഗാഥ ദേഷ്യത്തിൽ ഒന്ന് മാറങ്ങോട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോയി സോഫയിലിരിക്കുവാണ്. ഈ സമയം നവീനും അകത്തേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ. അന്നേരം സുമിത്രയും നന്ദനും മുത്തശ്ശിയും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുവാണ്. ഈ സമയം ഇവരെ കാണുന്നതും അവരെല്ലാവരും അങ്ങ് ഞെട്ടുക. അന്നേരം നിർമ്മല ചോദിക്കുന്നുണ്ട്, അല്ല എന്താ പറ്റിയത്? പോയിട്ടെന്താ ഇത്ര പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അന്നേരം നവീൻ പറയണേ, പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ ഇപ്പോൾ ചെറിയമ്മയ്ക്ക് എന്താ? അതുണ്ടായാൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ തോന്നുന്നു? അല്ലേ, ഇത് നല്ല പാട്. ഇപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങൾക്കായോ? ഞങ്ങളെന്ത് ചെയ്തിട്ടാ? അന്നേരം സുമിത്ര ചോദിക്കണേ, എന്താ പറ്റിയത് മോനെ? എന്താ നിങ്ങൾ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് തിരികെ വന്നത്? അന്നേരം നവീൻ പറയുന്നുണ്ട്, ആദ്യം അവിടെ ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീട് ബെഡ്റൂമിലേക്ക് കയറിയതും അവിടെ മേശയിലിടുന്ന ഒരു ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി. അന്നേരം തൊട്ട് ഗാഥ പറയുവാണ്, അവിടെ പാമ്പുണ്ട്, ആ പാമ്പ് തട്ടിയിട്ടതാണത് അതെന്നൊക്കെ. ഞാൻ എത്രയൊക്കെ പറഞ്ഞ് ഇയാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഇയാളൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അവിടെയെല്ലാം പരിശോധിച്ച് പാമ്പുണ്ടോയെന്ന് ഉറപ്പ് വരുത്താമെന്ന് വിചാരിച്ചു. എന്നാൽ അതിനും ഇയാൾ സമ്മതിക്കില്ലായിരുന്നു. അന്നേരം ഗാഥ പറയണേ, പിന്നല്ലാതെ നവീൻ പാമ്പിൻ്റെ അരികിലേക്ക് പോയി കഴിഞ്ഞാൽ നവീൻ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ടെൻഷനും ഭയവും കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ആ നശിച്ച നാഗമാണെങ്കിൽ എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഒരിടത്ത് പോയാലും സമാധാനം തരില്ല. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, നാഗശാപം അല്ലെങ്കിൽ തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കുന്നൊന്നുമല്ലല്ലോ. എന്ത് ചെയ്യാനാ? സ്വന്തം വീട്ടിലുള്ളതിനെ കളഞ്ഞിട്ട് അപ്പുറത്തുള്ളതിനെ പോയി തേടിപ്പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ലേ. ഇങ്ങനെയൊക്കെ വരുള്ളൂ. അന്നേരം നന്ദൻ പറയണേ, നിർമ്മലേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സമയം മുത്തശ്ശി പറയണേ, നിർമ്മലേ ഈ സമയത്തെങ്കിലും നിനക്കൊന്ന് വായടിച്ചിരുന്നൂടെ? പാവം കുട്ടി, ആ കുട്ടി ആകെ ടെൻഷനിലും ഭയത്തിലുമാണ്. സുമിത്രേ നീ ചെന്ന് മോളെ ഒന്ന് ആശ്വസിപ്പിക്കുക. അന്നേരം നവീൻ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഇനി എന്തെങ്കിലും കർമ്മം നടത്താനായിട്ട് ബാക്കിയുണ്ടോ? എനിക്ക് മതിയായി, സത്യം പറഞ്ഞാൽ മടുപ്പ് തോന്നുവാണ്. അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ നവീൻ അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. ഈ സമയം ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണ് നിർമ്മലയും കീർത്തിയൊക്കെ. അന്നേരം സുമിത്രേൻ്റെ അരികിലേക്ക് ചെന്ന് അമ്മയെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയുവാണ് ഗാഥ. സുമിത്രയും ഗാഥയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം മുത്തശ്ശി നന്ദനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി പറയണേണ്, ഗാഥയെ നവീനും ഒന്നിക്കുന്നത് നാഗദൈവങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അത് മുടക്കാനായിട്ട് ഇതുപോലുള്ള ഓരോ നടത്തങ്ങൾ നമുക്ക് മുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നവീൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു സങ്കടം തോന്നുന്നത്. പാവം അവനാകെ മനസ്സ് തകർന്നൊരു മട്ടിലാണ്. അവൻ്റെ ഈ സങ്കടങ്ങൾക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് കൃഷ്ണമോളിനോട് തിരികെ എത്തിക്കാൻ പറ്റുക?
എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കൃഷ്ണയും നവീനെയും തമ്മിൽ ഒന്നിപ്പിക്കണം. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നീക്കണം. പിന്നീട് കാണിക്കുന്നത് എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സിത്താരയാണ് കേട്ടോ. ഈ സമയം സിനി സിത്താരയുടെ അരികിലേക്ക് എത്തുക. ആ മാഡം, ഗാഥ മാഡം വിളിക്കാൻ പറ്റുമോ ചെയ്തോ? ഗാഥ ഇതുവരെ വിളിച്ചിട്ടില്ല. ഗാഥയും നവീനും കൂടി ഗസ്റ്റ് ഹൗസിലേക്ക് പോയി എന്നാണല്ലോ ലാസ്റ്റ് വിളിച്ചപ്പോൾ പറഞ്ഞത്. അവരവരുടെ ജീവിതം തുടങ്ങുമല്ലേ. അതിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് വിളിക്കാനൊക്കെ മറന്നു കാണും. അതിലെനിക്ക് പരാതിയുമില്ല, പരിഭവമില്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവരൊന്നിച്ചല്ലേ ഇനി ജീവിക്കേണ്ടത്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾക്കാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ സമയം സിനി പറയണേ, ഗാഥ മാഡം വിളിക്കാത്തത് പോട്ടെ, അത് മാഡത്തിൻ്റെ സ്വഭാവം നമുക്കറിയാവുന്ന കാര്യമല്ലേ. പക്ഷേ സിത്താര മാഡം ഗാഥ മാഡത്തെ അങ്ങോട്ട് വിളിക്കാത്തതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അന്നേരം സിത്താര പറയണേ, ഗാഥ ഇപ്പോൾ കളരിക്കലെ കുട്ടിയാണ്. അവിടെയാണ് ഇനി അവൾ ജീവിക്കേണ്ടത്. അവിടെയുള്ളവർ അവളുടെ കാര്യത്തിൽ ഒരു കുറവും വരത്തില്ല. എല്ലാവരും സ്നേഹമുള്ളവരാണ്. അവർ ഗാഥയെ നല്ലപോലെ തന്നെ നോക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ അവളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഉപദേശങ്ങളുമായിട്ട് ചെല്ലുന്ന ഒരമ്മയായിട്ട് മാറാൻ എനിക്ക് താല്പര്യമില്ല. അന്നേരം സിനി പറയണേ, സത്യം പറയാലോ, സിത്താര മാഡം ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ എല്ലാ അമ്മമാരും ചിന്തിച്ചിരുന്നെങ്കിൽ പല കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയേനെ. അന്നേരം സിത്താര ചോദിക്കുന്നുണ്ട്, അല്ല കൃഷ്ണ സിനിയെ വിളിക്കാൻ പറ്റുമോ ചെയ്തോ? വിളിച്ചിട്ടില്ല, എന്നെയും വിളിച്ചിട്ടില്ല. പാവം കുട്ടി അവളെ സങ്കടങ്ങളൊക്കെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കയറിയിട്ടുണ്ടാകുമല്ലേ. അവളുടെ ജീവിതത്തിലെ തിരക്കുകളും മറ്റുമായിട്ട് മുമ്പോട്ട് പോകുമായിരിക്കും. കൃഷ്ണയെ മാഡത്തിന് ഇപ്പോൾ വലിയ ഇഷ്ടമാണല്ലേ. അന്നേരം സിത്താര പറയണേ, സത്യം പറഞ്ഞാൽ അവൾ ശാന്തിയുടെ മകളായതുകൊണ്ട് തന്നെ അവളോട് ആദ്യം എനിക്ക് വെറുപ്പായിരുന്നു. മറ്റൊരു പെൺകുട്ടിയും ചെയ്യാത്തൊരു ത്യാഗമല്ലേ അവൾ അവളുടെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തത്. ഒരു പുരുഷൻ്റെ താലിക കഴുത്ത് കുണിച്ചു കൊടുത്തില്ലേ, അത് അവളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. അതിനുശേഷം എന്നോടുള്ള വാക്ക് പാലിക്കാനായിട്ട് കളരിക്കിലേക്ക് പോയി. ആ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി അവരുടെ ശാപം മാറ്റാനായിട്ട് കഠിനമായ തപസ്സുകളും വ്രതങ്ങളും അനുഷ്ഠിച്ചു. ഇപ്പോൾ ഗാഥയുടെ നല്ല ജീവിതത്തിന് വേണ്ടി അവളായിട്ട് എന്നെ കൊടുത്ത കാശ് പോലും വേണ്ടാന്ന് വെച്ച് സ്വയം ഒഴിഞ്ഞു മാറി ജീവിക്കുന്നു. അവളെപ്പോലെ ഇത്രയും നല്ല മനസ്സുള്ളൊരു കുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഇപ്പോൾ അവളൊന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് സിത്താര. അന്നേരം കൃഷ്ണ ഫോൺ എടുക്കുക. ഹലോ മാഡം. മോളെ സുഖമല്ലേ നിനക്ക്? എനിക്ക് സുഖമാണ് മാഡം. അല്ല മാഡത്തിനും ഗാഥാ മാഡത്തിനൊക്കെ അവിടെ സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ്. മോളെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ധൈര്യത്തോടെ ഈ അമ്മയുടെ അരികിലേക്ക് നിനക്ക് കയറി വരാം. നിനക്ക് ഞാൻ അന്ന് തന്ന പണമുണ്ടല്ലോ, അതിപ്പോഴും അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും പണത്തിന് ആവശ്യം വന്നാൽ ചോദിക്കാൻ മടിക്കണ്ട. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് പണത്തിനൊന്നും ഒരാവശ്യമില്ല മാഡം. എനിക്കും എൻ്റെ അമ്മയ്ക്കും ജീവിക്കാനായിട്ട് അത്ര വലിയ പണമൊന്നും വേണ്ട. നല്ലപോലെ പണിയെടുക്കാനുള്ള ആരോഗ്യം മാത്രം ഉണ്ടായാൽ മതി. പിന്നെ ഗാഥാ മാഡത്തിനോട് അവിടെ കളരിക്കലുള്ളവരോടൊക്കെ കുറച്ച് നല്ലപോലെ പെരുമാറാൻ പറയണം. അവരെല്ലാവരും പാവങ്ങളാണ്, പണക്കാരാണെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും സാധാരണക്കാരുടെ സ്വഭാവവും രീതികളും ഒക്കെയാണ്. അവരുടെ ഒന്നും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഗാഥാ മാഡത്തോടൊന്ന് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം മോളെ. അല്ല നീ ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ഞാനിനി അങ്ങോട്ട് വരുന്നില്ല മാഡം. ഞാനെങ്ങാനും ഇനി അങ്ങോട്ട് വന്നാൽ അത് പിന്നെ കളരിക്കില്ലേ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ? അതൊക്കെ ഗാഥാ മാഡത്തിൻ്റെ ജീവിതത്തിനെയല്ലേ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയല്ലേ നല്ലത്. പിന്നെ എനിക്ക് ഒളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും പേടിവേണ്ട. എന്നാൽ ശരി മോളെ, വെക്കട്ടെ. അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം സിത്താര പറയണേ, സത്യം പറയാമല്ലോ, അവളുടെ ഓരോ വാക്കുകളും അതൊക്കെ എല്ലാം എന്നെ അത്ഭുതപ്പെടുത്തുവാണ്. അവൾക്ക് മാത്രമേ ഇതുപോലെയൊക്കെ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. പാവം കുട്ടി, അവൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നീട് കൃഷ്ണ അവിടെ നവീൻ കൃഷ്ണക്കന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു ലവ് ഷേപ്പ്ഡ് ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. എന്നിട്ട് നവീൻ അത് സമ്മാനിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് പരിസരം പോലും മറന്നതൊക്കെ ആലോചിച്ചിരിക്കുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയത്തായിരിക്കും സുനന്ദ കൃഷ്ണൻ്റെ അരികിലേക്ക് എത്തുന്നത്. അങ്ങനെ കൃഷ്ണ ആ ഒരു ഗിഫ്റ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് സുനന്ദ ചോദിക്കണേ, മോളെ ഈ ലോകത്തൊന്നുമല്ലേ? നല്ല രസമുണ്ടല്ലോ അത് കാണാൻ. അതെവിടെന്നാ? അതെ, നവീൻ എനിക്ക് ഗിഫ്റ്റായി തന്നതാ. അതെ, വെറൊരു ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നവീൻ്റെ ഹൃദയം തന്നെയാണ് അത്. അന്നേരം കൃഷ്ണ പറയണേ, നവീൻ ഇതെനിക്ക് സമ്മാനിച്ചപ്പോൾ ഈ കാര്യം തന്നെയാണ് നവീനും പറഞ്ഞത്, അത് നവീൻ്റെ ഹൃദയം തന്നെയാണെന്ന്. അന്നേരം സുനന്ദ പറയണേ, അത് ശരി, അപ്പം പിന്നെ വേറെന്താ വേണ്ടത്? മോളെ കാത്തിരിക്കുന്നതൊന്നും വെറുതെ ആവില്ല. അവസാനം നവീൻ്റെ സ്നേഹം മുഴുവൻ മോളുടെ അരികിലേക്കായിരിക്കും എത്തുന്നത്. നവീൻ മോൾക്ക് തന്നെയായിരിക്കും സ്വന്തമാകാൻ പോകുന്നത്. അന്നേരം കൃഷ്ണ പറയണേ, അതെ സുനദേച്ചി, രാത്രി സ്വപ്നം കാണാം, പക്ഷെ പകൽ സ്വപ്നം അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ സ്വപ്നം കാണുന്നതൊന്നുമല്ല, നടക്കാൻ പോകുന്ന കാര്യമാണ്. അതിനുള്ള ചില സൂചനകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഞാൻ സിത്താര മാഡത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നത് എന്തിനാണെന്നറിയോ? പൈസ കിട്ടാനൊന്നുമല്ല, പിന്നെന്തിനാ? അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മോളോട് വന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഒരു ചാരപ്പണി തന്നെയാണ് ഞാൻ അവിടെ നടത്തുന്നത്. മോൾ നോക്കിക്കോ, അധികം വൈകാതെ തന്നെ ഗാഥയും നവീനും തമ്മിൽ പിരിയും. അവർക്ക് തമ്മിൽ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല.
ദൈവം ചേർത്ത് വെച്ചത് നിങ്ങളെ രണ്ടുപേരും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ മോള് സ്വപ്നം കാണുന്നതിൽ ഒരു തെറ്റുമില്ല. അന്നേരം കൃഷ്ണ പറയണേ, അതേ സുനന്ദേച്ചി, അടുക്കളയിൽ വേഗം ചെല്ലാൻ നോക്ക്, അല്ലെങ്കിൽ അവിടെ അടുപ്പത്ത് വെച്ചിരിക്കുന്നതൊക്കെ കഴിയും. മോളിപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞോ, പക്ഷേ മോള് കുറിച്ചിട്ടോ അവസാനം ഒന്നിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ പറഞ്ഞ് സുനന്ദ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൃഷ്ണ ആലോചിക്കണേണ്, അങ്ങനെ നവീൻ എൻ്റെ അരികിലേക്ക് എത്തണമെങ്കിൽ അതിന് ഗാദിയും നവീനും തമ്മിൽ പിരിയണ്ടേ? വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ആരും പിരിഞ്ഞുകൊണ്ട് എനിക്കൊരു ജീവിതവും വേണ്ട. അങ്ങനെ പറഞ്ഞിരിക്കുവേണ്ടോ കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നവീനെയും ഗാദേനെയുമാണ്. നേരം ഗാഥ ചോദിക്കുന്നുണ്ട്, നവീൻ, നമ്മളിത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് ഞാൻ പറയാം. നമ്മളെ ഇപ്പോൾ തൽക്കാലം തൻ്റെ ഈ പേടിയൊക്കെ മാറാനുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ കാറിൽ എൻ്റെ ഇരിക്കുമ്പോഴെങ്കിൽ തനിക്ക് കുറച്ചൊന്ന് പേടിയൊക്കെ മാറി ഫ്രീ ആയിട്ടിരുന്നൂടെ? ഞാനിതിന് ശ്രമിക്കുന്നുണ്ട് നവീൻ, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എങ്ങനെ പറ്റും? ആ നാഗു എന്നെ വിടാതെ പിന്തുടരുമല്ലേ? എടോ, നാഗത്തെക്കുറിച്ചുള്ള തൻ്റെ ഈ ചിന്തയൊക്കെ ആദ്യം ഒന്ന് മാറ്റിവെക്ക്. ഇതെല്ലാം തന്നെ തോന്നലുകളാണ്. തോന്നലോ? അപ്പം ഞാൻ എൻ്റെ കണ്ണുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തോന്നലാണെന്നാണോ നവീൻ പറയുന്നത്? എനിക്കെന്താ അങ്ങനെയൊക്കെ തോന്നാൻ ഭ്രാന്തുണ്ടോ? എടോ ഗാഥ, കൂൾ, താനിങ്ങനെ ദേഷ്യപ്പെടല്ലേ. എന്താണെങ്കിലും തൻ്റെ മനസ്സിലെ എല്ലാ ഭയങ്ങളും മാറ്റി തന്നെ എൻ്റെ പഴയ ഗാഥയാക്കി തിരികെ തരാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതേത് സ്ഥലമാണെന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോൾ അങ്ങോട്ട് എത്തുമല്ലോ, അപ്പോൾ കണ്ടാൽ പോരെ? ശരി ശരി, എങ്ങോട്ടാണെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഈ ഭയവും പേടിയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. അന്നേരം നവീൻ പറയണേ, എന്നാലും സർപ്പപ്പള്ളി ദിവസം ആ ഉഗ്രനാഗത്തെപ്പോലും മുമ്പിൽ കണ്ടിട്ട് പതറാത്ത ഗാഥ തന്നെയാണോ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? നവീൻ, എന്നെ ഇനി ആ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കല്ലേ. ശരി ശരി ശരി, നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ സ്ഥലത്തെത്തും. പിന്നീട് കാണിക്കുന്നത് നവീനും ഗാഥയും കൂടി നവീൻ പറഞ്ഞ സ്ഥലത്തെത്തുന്നതാണ്. അവർ രണ്ടാളും കൂടി വന്നിരിക്കുന്നത് നവീൻ്റെ ഫ്രണ്ടായ സൈമൺ എന്ന് പറഞ്ഞൊരു സൈക്കാട്രിസ്റ്റിനെ കാണാനാണ് കേട്ടോ. അങ്ങനെ ആ ഡോക്ടറിനെ കാണുന്നതും ഗാഥക്കപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഗാഥയുടെ മുഖമൊക്കെ മാറുവാണ്. ഈ സമയം ഗാഥയും നവീനെയും കാണുമ്പോൾ ഡോക്ടർ അവരെ ക്ഷണിക്കുവാണ്. ആ, രണ്ടാളും വരൂ, വാ ഇരിക്കൂ. നവീനും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കേട്ടോ ഗാഥ. നവീൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നോട്. കളരിക്കൽ പോലെ പരമ്പരാഗതമായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അനുഷ്ഠിക്കുകയും അതെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്കാണല്ലോ ഗാഥ മരുമകളായിട്ട് കയറി ചെന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗാഥയെ പോലെ ഇത്ര മോഡേൺ ആയിട്ടുള്ള ഒരു കുട്ടിയിലാണെങ്കിലും ആ ഒരു വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോഴൊക്കെ ചിലർക്ക് ഇതുപോലുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു വരും. അതൊക്കെ സ്വാഭാവികമാണ്. ഡോക്ടറുടെ ഈ സംസാരത്തിലൂടെ തൻ്റെ മനോനിലയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നതെന്നൊക്കെ ഗാഥയൊക്കെ മനസ്സിലാക്കുവാണ്. അത് കേൾക്കുന്നതും ഗാഥ അങ്ങ് ദേഷ്യത്തിൽ കരുതൽ നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്